ഹല്ലേലൂയ. മഹത്വത്തിൻ സാന്നിധ്യം എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. നിങ്ങളെല്ലാവരും തന്നെ സന്തോഷമായിട്ടിരിക്കുന്നു. പരസ്പരം കണ്ടുമുട്ടുന്നതും ദൈവവചനത്തെ ഒരുമിച്ച് ധ്യാനിക്കുന്നതെല്ലാം എത്രയോ അനുഗ്രഹപ്രദമാണ്. 29-ാം സങ്കീർത്തനം 4-ാം തിരുവചനത്തിൽ വചനം പ്രഖ്യാപിക്കുകയാണ്, കർത്താവിന്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്, അവിടുത്തെ ശബ്ദം പ്രതാപമുറ്റതാണ്. വചനത്തിലൂടെ ദൈവം സംസാരിക്കുകയാണ്, കർത്താവിന്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. ഈ സമയം വചനമയച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ കർത്താവ് ശക്തിപ്പെടുത്തുവാനായിട്ട് പോവുകയാണ്. പ്രിയ ദൈവമക്കളെ, വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ദൈവവചനത്തിലൂടെ വെളിപ്പെടുന്ന ദൈവശക്തിയെ സ്വന്തമാക്കുവാനുള്ള ആഗ്രഹത്തോടെ സ്വർഗത്തോടും സകല വിശുദ്ധരോടും ചേർന്ന് നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധമായ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് പാടി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരങ്ങൾ നീട്ടണമേ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലേക്കും അഭിഷേകം പകരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് പാടാം. എല്ലാവരും ഒന്ന് ചേർന്ന് കർത്താവേ പ്രവർത്തിക്കണമേ. അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ വചനം സ്ഥിരീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുത അടയാളങ്ങൾ വെളിപ്പെടട്ടെ. കുടുംബങ്ങൾ നവീകരിക്കപ്പെടട്ടെ. ഓരോ ജീവിതങ്ങളും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ആരാധിച്ച് മഹത്വപ്പെടുത്താം. പിതാവാം ദൈവത്തിന് ആരാധന. പുത്രനാ ദൈവത്തിന് ആരാധന. ആത്മാവാ ദൈവത്തിനും ആരാധന. ദൈവ സാന്നിധ്യം പൂർണ്ണമായി അനുഭവിച്ച് കരങ്ങൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ. എല്ലാ മക്കളും ഹല്ലേലൂയ. അഭിഷേക നിറവോടെ ആരാധിച്ചേ. ശക്തി പകരണമേ, അഭിഷേകം അയക്കണമേ. അനേക സൗഖ്യങ്ങൾ വെളിപ്പെടട്ടെ. മാറാ രോഗങ്ങൾ അത്ഭുത കൃപയാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മക്കളും എല്ലാം മറന്ന് ആരാധിക്കേ. എല്ലാം മറന്ന് കർത്താവിനെ ആരാധിക്കട്ടെ. സ്വർഗം ഇറങ്ങി വരുന്ന സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിപ്പെടുത്തണമേ, വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങളും ഉയർത്തി സ്വതന്ത്രമായി വലിയ അഭിഷേകത്തോടെ യേശുവിന്റെ നാമത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ പ്രവർത്തിക്കണമേ. ഈ സമയം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും വചനം അയച്ച് കർത്താവെ ശക്തിപ്പെടുത്തണമേ. വർഷങ്ങളായി പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ ജീവിതങ്ങളിലേക്കും വചനം അയച്ച് അവരെ വിടുവിക്കണമേ. പാപത്തിന്റെ കെട്ടുകള്, രോഗത്തിന്റെ ബന്ധനങ്ങള്, ചില ശാപഗ്രസ്തമായ സ്വാധീനങ്ങള് യേശുവിന്റെ അത്ഭുത നാമ ശക്തിയാൽ, യേശുവിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ ശക്തിയാൽ നിർവീര്യമാകട്ടെ. ഹാല, ഹാല, ഹാല. അപ്പോ ഓരോ ജീവിതങ്ങളെയും ദൈവരാജ്യത്തിനായി രൂപാന്തരപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ പെരുമഴ പെയ്തിറങ്ങട്ടെ. പരിശുദ്ധാത്മാവേ, അഭിഷേക നദിയായി ഓരോ ജീവിതങ്ങളിലേക്കും കവിഞ്ഞൊഴുകണമേ. റിലീസ് യുവർ അനോയിന്റിംഗ്. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധിക്കുന്ന എല്ലാ മക്കളും കരങ്ങൾ പരസ്പരം കോർത്തു പിടിച്ച് ഒരിക്കൽ കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ.
Hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. കർത്താവേ, പ്രവർത്തിക്കണമേ, വചനത്താൽ വിശുദ്ധീകരിക്കണമേ, വചനത്താൽ സൗഖ്യമാക്കണമേ, വചനത്താൽ വിമോചിപ്പിക്കണമേ, വചനത്താൽ അനുഗ്രഹിക്കണമേ, വചനത്താൽ അഭിഷേകം ചെയ്യണമേ. യേശുവേ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ ഈ ശുശ്രൂഷകൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ രണ്ട് സവിശേഷതകളാണ് ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുവാനായി പോകുന്നത്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 29-ാമത്തെ തിരുവചനം. എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന ഊടം പോലെയുമല്ലേ? കർത്താവ് ചോദിക്കുന്നു. ദൈവവചനത്തിന്റെ രണ്ട് സ്വഭാവങ്ങൾ ഇവിടെ വെളിപ്പെടുകയാണ്. ഒന്ന്, ദൈവത്തിന്റെ വചനം അഗ്നിയാണ്. രണ്ട്, ദൈവവചനം കൂടമാണ്. വചനം അഗ്നിയാണ്, വചനം കൂടമാണ്. പ്രിയ ദൈവമക്കളെ, എന്താണ് അഗ്നിയുടെ പ്രത്യേകത? അഗ്നിയുടെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്നാമതായി, അഗ്നി അത് കത്തി ജ്വലിപ്പിക്കുന്നു. ദൈവത്തിന്റെ വചനം അഗ്നിയാണെന്ന് പറയുമ്പോൾ അതെന്താ അതിന്റെ അർത്ഥം? വചനം അനേകം ജീവിതങ്ങളെ ജ്വലിപ്പിക്കുന്നു. നമുക്കറിയാം, ദൈവവചനം കേട്ട നിമിഷങ്ങളിൽ എന്തുമാത്രം ജ്വലനമാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പലപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. സാധാരണ അനേകരിങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ വചന ശുശ്രൂഷയുടെ സമയത്ത് എന്തൊരു ജ്വലനമായിരുന്നു! ആ പാട്ടുപാടി കർത്താവിനെ ആരാധിക്കുമ്പോൾ വലിയൊരു ജ്വലനമായിരുന്നു. ആ സ്തുതി ആരാധന നിമിഷങ്ങളിൽ ശരീരം മുഴുവൻ അഗ്നി ഇറങ്ങി വന്ന് കത്തുന്നൊരു അനുഭവമായിരുന്നു. ഒത്തിരിയേറെ ദൈവമക്കള് ആനന്ദത്തോടെ ഇതുപോലെയുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുന്നു കേട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 32-ാം തിരുവചനത്തിലോട്ട് വരുമ്പോൾ എമൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരെ അവരിരുവരും പരസ്പരം പങ്കുവെക്കുക. അവരെന്താ പങ്കുവെച്ചത്? വഴിയരികിൽ വെച്ച് വിശുദ്ധ ലിഖിതങ്ങൾ യേശു നമ്മോട് പറഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയം കത്തി ജ്വലിച്ചിരുന്നില്ലേ? ഹല്ലേലൂയ. വചനം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അവർ പറയുകയാണ്, നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? ഇന്നും അനേകം ആയിരങ്ങളിൽ ദൈവത്തിന്റെ വചനം ഇതുപോലെ പ്രവർത്തിക്കുകയാ. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം അവിടെ 5-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ പ്രവാചകനിലൂടെ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നു. എന്റെ വചനം നിന്റെ നാവിൽ അഗ്നിയായി ഞാൻ കൊളുത്തും, അവരെ ഞാൻ വിറകാക്കും, അഗ്നി അവരെ വിഴുങ്ങും. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് വളരെ വ്യക്തമായി ഇത് നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് കഴിയും. പലപ്പോഴും ദൈവവചനം വിശ്വസിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളില്, വചനം ഏറ്റുപറയുന്ന നിമിഷങ്ങളിൽ അകത്ത് ആത്മാവിൽ വലിയൊരു ജ്വലനം പല പ്രാവശ്യം അനുഭവിക്കുവാൻ കർത്താവ് ഇടവരുത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതങ്ങളെ ജ്വലിപ്പിക്കുന്ന ദൈവമക്കളെ. രണ്ടാമത്തെ പ്രത്യേകത എന്താണ് അഗ്നിയുടെ? അത് കത്തി ദഹിപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ കാണാൻ പറ്റും. ഇസ്രായേലിന്റെ പ്രകാശം ഒരു അഗ്നിയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. ഒരൊറ്റ ദിവസം കൊണ്ട് അത് കത്തി ജ്വലിച്ച് അവന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ പ്രകാശം ഒരു അഗ്നിയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായി മാറും. അത് കത്തി ജ്വലിച്ച് ഒരൊറ്റ ദിവസം കൊണ്ട്
അവന്റെ മുള്ളും മുൾച്ചെടികളും ദഹിപ്പിച്ച് കളയും. പ്രിയമുള്ളവരെ, ഈ ഒരു അനുഭവം നമുക്ക് ഈ നാളുകളിലെല്ലാം കാണുവാനായിട്ട് കഴിയും. അനേകം ആയിരങ്ങളിലേക്ക് ദൈവത്തിന്റെ വചനം അഗ്നിയായി ഇറങ്ങി വന്ന് അവരെ വിശുദ്ധീകരിച്ച് രൂപാന്തരപ്പെടുത്തിയ അനുഭവങ്ങള് ഒത്തിരിയേറെ നമുക്ക് കാണാം. കൊട്ടേഷൻ സംഘങ്ങളിലൊക്കെ പോയി അടിപിടികളും കൊലപാതകങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്ന അനേകം ജീവിതങ്ങള് ദൈവവചനം സ്വീകരിച്ചുകൊണ്ട് മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വന്ന അനുഭവങ്ങള്, ഗുണ്ട സംഘങ്ങളിൽപ്പെട്ടവരെ, ഈ ലോകത്തിന്റെ അഴുക്കിലും പാപത്തിന്റെ ചെളിപ്പൂണ്ടിലും ജീവിച്ച അനേകം ജീവിതങ്ങളെ ദൈവത്തിന്റെ വചനം അഗ്നിയായി അവരുടെ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദഹിപ്പിച്ചു കളഞ്ഞ് യേശു ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവം പകർന്നു നൽകിയ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് നിങ്ങൾക്കും കാണുവാനും കേൾക്കുവാനൊക്കെ ഒത്തിരിയേറെ കഴിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. മാറ്റാൻ പറ്റാത്ത പല ദുശീലങ്ങള്, മദ്യപാനം മാറ്റിയവര് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ചില തെറ്റായ ബന്ധങ്ങള്, അവിഹിത വേക്ഷകള് ഉപേക്ഷിക്കാൻ കഴിയുമോ എന്ന് ചിന്തിച്ചിരുന്ന അനേകരെ എന്നാൽ ദൈവത്തിന്റെ വചനം അഗ്നിയായി വെളിപ്പെട്ട് ആ പാപ ആസക്തികളെ കത്തി ദഹിപ്പിച്ച് കളഞ്ഞ് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള വലിയ നിറവ് ലഭ്യമായ അനേകരെ ഈ ശുശ്രൂഷയിൽ തന്നെ പങ്കെടുക്കുന്നുണ്ട്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 38-ാം തിരുവചനത്തിൽ അവിടെ ഏലിയായുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി കർമ്മേൽ മലമുകളിൽ ദൈവം പ്രവർത്തിക്കുകയാണ്. വചനം പ്രഖ്യാപിക്കുന്നു, ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിച്ചു കളയുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു. കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങിയിട്ട് എന്താ ഉണ്ടായത്? ബലിവസ്തുവും വിറകും കല്ലും മണ്ണും എല്ലാം ദഹിപ്പിച്ചു കളഞ്ഞു. ഇതുപോലെ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ശത്രുവായ പിശാച് അശുദ്ധിയുടെ, വെറുപ്പിന്റെ, കാമത്തിന്റെ, അതുപോലെ തന്നെ ഈ ലോകത്തിന്റെ, മോഹത്തിന്റെ എല്ലാം ഒരുപാട് കല്ലും മണ്ണൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. പ്രിയ ദൈവമക്കളെ, ഇതിനെയെല്ലാം കത്തി ദഹിപ്പിച്ച് കളയുവാനുള്ള അത്ഭുത ശക്തി കർത്താവിന്റെ വചനത്തിനുണ്ട്. ഹല്ലേലൂയ. ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തെ ഞെട്ടിപ്പിച്ചൊരു വ്യക്തിയായിരുന്നു ഇറച്ചി ആൽവിൻ. നമ്മളൊക്കെ പലരും അദ്ദേഹത്തെ കുറിച്ച് അറിയുന്നവരാണ്, കേട്ടിട്ടുള്ളവരാണ്. പല കൊലപാതകങ്ങള്, അതുപോലെ തന്നെ അടിപിടി കേസുകള്, അനേകരുടെ പേടി സ്വപ്നവും അനേകം കുടുംബങ്ങൾക്ക് കണ്ണീരായി മാറിയ ഒരു മനുഷ്യൻ. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ജീവിക്കുന്ന കർത്താവിന്റെ വചനം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ ജീവിതം രൂപാന്തരപ്പെടുകയും ഒരു സമർപ്പണത്തിലേക്ക് വരുവാൻ കർത്താവ് സഹായിക്കുകയും ചെയ്തു. ഇറച്ചി ആൽബിന്റെ മേൽ ദൈവത്തിന്റെ വചനം അഗ്നിയായി ഇറങ്ങി വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അദ്ദേഹത്തെ ഭരിച്ചിരുന്ന വെറുപ്പ്, വൈരാഗ്യം, ആസക്തികള്, ജഡീകതകള് ഇതെല്ലാം കത്തിച്ചാരമായി പോയി. ഒരു വിശുദ്ധ ജീവിതത്തിനായി സ്വർഗത്തിലെ ദൈവം വിശുദ്ധീകരിക്കുകയും ചെയ്തു. ഇന്ന് ഇറച്ചിയാൽ പിന്നെ ആരാന്നറിയോ? അദ്ദേഹം ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. അനേകം ആയിരങ്ങളെ അദ്ദേഹം ശുശ്രൂഷിക്കുകയാണ്. കർത്താവിന്റെ സ്നേഹത്തിന്റെ കരുണയുടെ മുഖം എന്താണെന്ന് അനേകം ജീവിതങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന ദൈവത്തിന്റെ ഒരു എളിയ ഉപകരണമായി ദൈവം അദ്ദേഹത്തെ മാറ്റി. കണ്ടോ ദൈവമക്കളെ, ദൈവവചനം അഗ്നിയായി ജീവിതങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ, ഞാൻ പറഞ്ഞ വചന നിമിത്തം നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരായിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവവചനത്തിന്റെ രണ്ടാമത്തെ സവിശേഷതയാണ് അത് പാറയെ തകർക്കുന്ന കൂടമാണ്. അത് കൂടമാണ്. നമുക്കറിയാം, പാറ എന്തോരം ബലം പിടിച്ചിരുന്നാലും, മസിൽ പിടിച്ചിരിക്കുക, ഞാൻ പൊട്ടില്ല, ഞാൻ തകരില്ല എന്ന് പറഞ്ഞ് പാറ എന്തോരം ബലം പിടിച്ചിരുന്നാലും ശക്തമായ കൂടം വന്ന് പാറയുടെ മേൽ വന്ന് അടിക്കുമ്പോൾ, പാറയുടെ മേൽ വന്ന് നിബദിക്കുമ്പോൾ ആ പാറ അതെന്തോരം കരിമ്പാറയായിക്കൊള്ളട്ടെ, എന്തോരം കട്ടിയുള്ള പാറയായിക്കൊള്ളട്ടെ, അത് പൊട്ടുക തന്നെ ചെയ്യും.
ഇതുപോലെ ദൈവത്തിന്റെ വചനം അനേകം ജീവിതങ്ങളെ ഉടയ്ക്കുവാൻ മാത്രം ശക്തമാണെന്ന് പരിശുദ്ധാത്മാവ് ഈ തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാൻ പറ്റും, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 37-ാം തിരുവചനത്തിൽ അവിടെ പത്രോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മ നിറവിൽ സുവിശേഷം പങ്കുവെക്കുകയാണ്. അനേകം ആയിരങ്ങള് ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. എന്നാൽ എന്തു സംഭവിച്ചു? ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, കർത്താവിന്റെ വചനം കൂടമായി അനേക ആയിരങ്ങളുടെ ഹൃദയത്തിൽ വന്ന് അടിച്ചു. അവിടെ ഹൃദയങ്ങൾ ഉടയ്ക്കപ്പെട്ടു. വചനം കേട്ടുകൊണ്ടിരുന്ന അനേകരുടെ ഹൃദയങ്ങൾ തകർക്കപ്പെട്ടു. അവരെല്ലാം വാവിട്ട് നിലവിളിച്ച് അപ്പോസ്തലന്മാരുടെ അടുത്ത് വന്നുകൊണ്ട് ചോദിച്ചു, ഹൃദയം നുറുങ്ങിക്കൊണ്ട് അവര് ചോദിച്ചു, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വാട്ട് ഷാൽ വി ഡു? അവർക്ക് വലിയ ഹൃദയ നുറുക്കമുണ്ടായി, ഹൃദയ തകർച്ചയുണ്ടായി. അവരെ കഠിനമായ ഹൃദയങ്ങള് ദൈവത്തിന്റെ വചനം ഉടയ്ക്കുകയാണ്. ദൈവവചനത്തിന്റെ ശക്തി മനസ്സിലാക്കുക ദൈവമക്കളെ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 26-ാമത്തെ തിരുവചനം, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങൾ ഞാൻ നിക്ഷേപിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തുമാറ്റി മാംസളമായ ഹൃദയം നൽകും. ഹല്ലേലൂയ. ഇന്ന് എത്രയോ ആയിരങ്ങൾക്കാണ് ഈ ഒരു അനുഭവം കർത്താവ് ദാനമായി കൊടുത്തിരിക്കുന്നത്. കഠിനമായ ഹൃദയങ്ങള് പലപ്പോഴും ശുശ്രൂഷ സമയങ്ങളിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. മാനസാന്തരത്തിലേക്ക് കടന്നു വരാൻ ഇഷ്ടമില്ലാതെ അനുദപിക്കാൻ ആഗ്രഹിക്കാത്ത അനേകം ജീവിതങ്ങള് ദൈവവചനത്തിന്റെ ശക്തി വന്ന് അടിച്ച് രൂപാന്തരപ്പെട്ട് മാനസാന്തരത്തിലേക്കും അനുതാപത്തിലേക്കും കടന്നു വന്ന ഒരുപാട് അനുഭവങ്ങൾ പ്രിയ ദൈവമക്കളെ നിങ്ങളുടെ മുൻപിൽ പങ്കുവെക്കാനായിട്ട് കഴിയും. ഒരിക്കലൊരു പെൺകുട്ടി, അവള് തമിഴ്നാട്ടിൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുക. ഇവളുടെ പ്രത്യേകത, ഇവളൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആണ്. ഇവളുടെ പ്രത്യേകത, ഇവൾ ചെയ്യാത്ത തിന്മകളില്ല. പെൺകുട്ടിയാണെങ്കിലും ഇവൾ മദ്യപിക്കും, ബ്ലൂ ഫിലിം കാണും, അവിഹിത കൂട്ടുകെട്ടുകള്, ചീത്തയായ ബന്ധങ്ങള്, ഇങ്ങനെ ഒരുപാട് ജഡീകമായ അടിമത്തത്തിൽ ഇവൾ കഴിഞ്ഞുകൊണ്ടിരിക്കുക. ഇവളെ ഓർത്ത് ഇവളുടെ മാതാപിതാക്കൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്. ധ്യാനത്തിന് ഈ പെൺകുട്ടിയും ഇവളുടെ അമ്മയും കൂടി വരികയാണ്. ഇവളെ ഓർത്ത് ഈ അമ്മ കരയാ. ഈ കരയുന്ന സമയത്ത് എന്റെ മുൻപിൽ വെച്ച് ഈ പെൺകുട്ടി അമ്മയോട് പറയാ, എന്തിനാ തള്ള ഇങ്ങനെ കരയുന്നത്? കണ്ണീരുള്ളത് കൊണ്ടല്ല കരയുന്നത്. കരഞ്ഞോ? കണ്ണീര് വറ്റുമ്പോൾ തന്നെ കരച്ചില് നിൽക്കുമെന്ന് പറഞ്ഞ് അമ്മയെ പരിഹസിക്കുകയാണ്. അതുപോലെ കഠിനമായ ഹൃദയം, പാപത്തിന്റെ ആസക്തികളാൽ പിശാച് ആ പെൺകുട്ടിയുടെ ഹൃദയത്തെ കഠിനമാക്കി. ഇന്ന് ഇതുപോലെ ഒരുപാട് ജീവിതങ്ങള്, ഒരുപാട് വ്യക്തികളെ സാത്താൻ കഠിനമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ധ്യാനത്തിന്റെ 4-ാമത്തെ ദിവസം ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം പാറയെ തകർക്കുന്ന കൂടമായി അവളുടെ ഹൃദയത്തിൽ ഒന്ന് അടിക്കാൻ തുടങ്ങി. എന്താ സംഭവിച്ചെന്നറിയോ? 4-ാമത്തെ ദിവസം ടീ ബ്രേക്കിന് വിട്ട സമയത്ത്, ഉച്ച കഴിഞ്ഞ സമയം, അവൾ ഓടി വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ഈ അടിമത്തിൽ നിന്നൊക്കെ ഒരു വിമോചനം വേണം, പ്ലീസ് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഇവൾ വാവിട്ട് നിലവിളിക്കുക. ഞാനുള്ള അവളോട് കാര്യം തിരക്കി. അവള് പറഞ്ഞു, എനിക്ക് മനസ്സിലായി, ഞാൻ ചെയ്തിരുന്ന തെറ്റാണ്, പാപമാണെന്ന് എനിക്ക് മനസ്സിലായി, എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് രക്ഷപ്പെടണം, എന്നെ സഹായിക്കാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, അവളുമായി പിന്നീട് പങ്കുവെച്ചപ്പോൾ ആ പെൺകുട്ടി ആ അന്നത്തെ ദിവസം വെളിപ്പെട്ട ദൈവവചന ശുശ്രൂഷയിലെ ഏതാനും ചില വചനങ്ങള് അവളുടെ ജീവിതത്തെ വല്ലാതെ സ്പർശിക്കുകയും അത് അവളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു. ഇതൊരു പെൺകുട്ടിയുടെ മാത്രം അനുഭവമല്ല, അനേകം ആയിരങ്ങളെ കർത്താവ് ഇന്ന് ദൈവവചന ശുശ്രൂഷയിലൂടെ ഇതുപോലെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 4-5 തിരുവചനങ്ങളിലോട്ട് കടന്നു വരുമ്പോൾ യഹൂദ മത യാഥാസ്ഥികനായ സാവൂൾ എന്ന ചെറുപ്പക്കാരൻ, ഒരു പാരമ്പര്യ തീവ്രവാദിയായിരുന്നവൻ, അതുപോലെ കഠിന ഹൃദയം, അതുപോലെ ധൈര്യശാലി, എന്നാൽ ദമസ്കസിലേക്കുള്ള ആ യാത്രയിൽ ദൈവശക്തി അവന്റെ മേൽ ഇറങ്ങി വന്നു. 4-ാം വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും, അവിടെ യേശു അവനെ നോക്കി വിളിച്ചു, സാവൂൾ സാവൂൾ, നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? നീ പീഡിപ്പിക്കുന്ന യേശു ക്രിസ്തുവാണ് ഞാൻ എന്നുള്ള ആ വചനം പാറ പോലെയുള്ള കഠിനമായിരുന്ന സാവൂളിന്റെ ഹൃദയത്തെ ഉടച്ചു. അവന്റെ ജീവിതം രൂപാന്തരപ്പെട്ടു.
പ്രിയമുള്ളവരെ, അവൻ ദൈവരാജ്യത്തിനായി യേശു ക്രിസ്തുവിനായി അവന്റെ ജീവിതത്തെ സമർപ്പിച്ചു. നമുക്ക് കാണാൻ പറ്റും, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വിശ്വാസത്തിൽ കത്തിജ്വലിച്ച ഒരു മിഷനറിയായി അവൻ മാറുകയാ. തിരുസഭയ്ക്ക് വലിയ ഒരു മിഷനറിയെ ലഭിക്കുകയാ. പൗലോസായി അവൻ രൂപാന്തരപ്പെട്ടു. എപ്പോഴാണ് സംഭവിച്ചത്? കർത്താവിന്റെ വചനം കേട്ടപ്പോൾ. ശ്രദ്ധിക്കുക ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ ദൈവവചനത്തിന്റെ രണ്ട് സവിശേഷതകൾ. ഒന്ന്, അത് അഗ്നി പോലെയാണ്. രണ്ട്, അത് പാറയെ തകർക്കുന്ന കൂടം പോലെയാണ്. ദൈവവചനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തിയ ഈ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ വചനത്തെ സ്നേഹിക്കാം. നിങ്ങൾ കുറെ കൂടിയൊക്കെ ദൈവവചനത്തെ അടുത്തറിയുക, വചനം ധ്യാനിക്കുക. നിങ്ങൾ വചനത്തെ സ്നേഹിച്ചുകൊണ്ട് പ്രതിസന്ധികളിൽ, പ്രതികൂലങ്ങളിൽ, ചില രോഗപീഠകളിൽ, നമ്മുടെ ജീവിതത്തിലെ ചില തകർച്ചയുടെ അനുഭവങ്ങളിലൊക്കെ വിശ്വാസത്തോടെ നിങ്ങൾ വചനം ഏറ്റുപറയുക. അവിടെയെല്ലാം വലിയ വിടുതലുകൾ, വലിയ സൗഖ്യങ്ങൾ, വലിയ അഭിഷേകം സ്വന്തമാക്കാൻ നിങ്ങൾക്ക് കഴിയും. അതിനായി ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കാരുണ്യമേ ആരാധ്യനേ, കരുണാർദ്ര സ്നേഹമേ ആശ്വാസമേ, താതനും പുത്രനും പാവനാത്മാവിനും എന്നെന്നും ആരാധന. ഓ, എന്നെന്നും ആരാധന. പരിശുദ്ധനായ ദൈവം, വചനം തന്നെയായ യേശു ക്രിസ്തു ദിവ്യകാരുണ്യമായി പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, വലിയ ദാഹത്തോടെ കർത്താവിന്റെ തിരു സാന്നിധ്യത്തിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനത്തിന്റെ ശക്തമായ അഭിഷേകത്താൽ അനേകം ജീവിതങ്ങളെ കർത്താവ് നിറയ്ക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. കർത്താവ് നിന്നെ വിടുവിക്കുന്ന അത്ഭുതത്തിന്റെ മണിക്കൂറുകളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ മുൻപിലേക്ക് ഇരുകരങ്ങളും യാചനാപൂർവ്വം നീട്ടിപ്പിടിച്ച് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഇതാ കർത്താവ് വചനമയച്ച് അനേകരെ സൗഖ്യമാക്കുന്നു, വചനമയച്ച് അനേകരെ വിടുവിക്കുന്നു. വചന ശക്തിയാൽ ഇത് അനേകം രോഗികൾ അത്ഭുത സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് രോഗികൾ ഈ സമയം വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, പ്രവർത്തിക്കണമേ, അത്ഭുതം പ്രവർത്തിക്കണമേ, അടയാളങ്ങളാൽ വചനം സ്ഥിരീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ സമയം ഇതാ അനേകം ജീവിതങ്ങളെ കർത്താവ് സ്പർശിക്കുന്നതായ സന്ദേശം തരികയാണ്. ദൈവവചനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകം ജീവിതങ്ങളിലേക്ക് ഇതാ കർത്താവ് വചനത്തിന്റെ അഭിഷേകം ശക്തമായി അയച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങളും ഉയർത്തി യേശു നൽകുന്ന ഈ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, വചനത്തിന്റെ ആത്മാവായി, വചനത്തിന്റെ ശക്തിയായി അനേകം ആയിരങ്ങളെ അഭിഷേകം ചെയ്യണമേ. ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ വിശ്വസിച്ച് ഈ ആരാധന ശുശ്രൂഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജനകോടികളെ പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും, അഭിഷേകം അഗ്നിനാവുകളിൽ പതിക്കുകയാ, അഗ്നിജ്വാലകളിൽ നിറയുകയാ, അഗ്നിനാവുകളിൽ പതിക്കുകയാ, അഗ്നിജ്വാലകളിൽ നിറയുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം നിറവിൽ പ്രാർത്ഥിക്കും മക്കളെ. കർത്താവേ, ദൈവവചനത്തിന്റെ ശക്തിയാൽ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ, സമൂഹങ്ങളെ വിശുദ്ധീകരിക്കണമേ, ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവത്തിന്റെ വചനം അഗ്നിയായി കത്തട്ടെ, പാറയെ തകർക്കുന്ന കൂടമായി ജീവിതങ്ങളെ അത് വിടുവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ വേരുപാക,
ദൈവരാജ്യത്തിന് വേണ്ടി ചിറക് വിരിക്കുക. കർത്താവ് വിളിക്കുന്നത് ഒരു